ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാദം എന്ന ശുശ്രൂഷയുടെ 5-ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലം എല്ലാറ്റിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില സന്ദർഭങ്ങളിൽ നാം നിസ്സഹായരായി പോകുന്നു എന്ന് തോന്നിയ സന്ദർഭം ഉണ്ടാവാറുണ്ട്. നമുക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാനോ നമ്മെ ഇന്ന് സഹായിക്കുവാനോ ഒന്നും ആരുമില്ലാത്ത അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ ആർക്കും അതിന് സാധ്യമല്ലാത്ത അവസരം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഇടപെടുന്നത് എന്ന് നമുക്ക് അല്പമായി ഈ സെക്ഷൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ശുശ്രൂഷ നിങ്ങളിൽ പലർക്കും അനുഗ്രഹമായിരുന്നു. കേൾക്കുന്ന നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അനുഭവങ്ങളൊക്കെ കേൾക്കുവാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. നിങ്ങൾ ഒട്ടും അമാദിക്കാതെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം വിളിച്ച് അറിയിക്കാം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വിളിച്ച് അറിയിക്കാം, സജഷൻസ് അറിയിക്കാം. ഓക്കെ, നാം ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം സെഖര്യാ പ്രവചനം 9-ാം അധ്യായം 8-ാം വാക്യവും അതിനോട് അനുബന്ധമായ ചില കാര്യങ്ങളൂടെയാണ്. സെഖര്യാ പ്രവചനം 9-ാം അധ്യായം 8-ാം വാക്യം: ആരും പോക്കുവരുത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കുകയില്ല. കണ്ടോ, നമ്മൾ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അവനൊരു സൈന്യത്തലവനാണ്. അവൻ്റെ കൂടെ ഒരുപാട് സൈന്യങ്ങളുണ്ട്. ദൂതഗണങ്ങളുടെ വലിയൊരു സൈന്യം അവൻ്റെ കൂടെയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ ഒരു രാജ്യത്തിൽ പ്രജകൾക്കൊരു വിഷയമുണ്ടാകുമ്പോൾ സൈന്യം ഇറങ്ങി സഹായിക്കാറുണ്ട് അവരെ. സർവ്വസൈന്യാധിപൻ ഓർഡർ കൊടുക്കുന്നു. സൈന്യം വിവിധ ഗ്രൂപ്പുകളായി ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ ഇവിടെ സൈന്യത്തെ അയക്കുകയല്ല. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു ആവശ്യമുണ്ടാകുമ്പോൾ, അവർ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കണനായിട്ട്, അവരെ വിടുവിക്കണനായിട്ട് ദൈവം തന്നെ പട്ടാളമായി ഇറങ്ങി വരികയാണ്. ഇതിനുവേണ്ടിയാണ് ആരും പോക്കുവരുത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. എൻ്റെ അടുത്ത സെൻറ്റൻസ്: ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കിടക്കുകയില്ല. കഴിഞ്ഞ നാളുകളിൽ ശത്രുവായവൻ നിങ്ങളുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പീഡകൾ അഴിച്ചുവിട്ട വ്യക്തികൾ, അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം. അഴിച്ചുവിട്ട പീഡ ഒരിക്കലും ഒരുപക്ഷെ മാരാരോഗമായിരിക്കാം, തിരക്കടമായിരിക്കാം, അസമാധാനത്തിലേക്ക് തലയുടെ അനുഭവങ്ങളായിരിക്കാം, അസന്തുഷ്ടിയുടെ മേടുകളിൽ മേയുന്ന വ്യക്തികളായിരിക്കാം. അലട്ടുന്ന വിഷയം ഏതുമാകട്ടെ, ഇത് പ്രതിസന്ധിയുമാകട്ടെ, എനിക്കൊരു വിടുതലുണ്ടാകുമോ, ഒരു മാറ്റമുണ്ടാകുമോ, നീ ഇതൊക്കെ ശരിയാകുമോ ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഈ സന്ദേശത്തോട് പറഞ്ഞ കാര്യം എന്നറിയാമോ? ഞാൻ നിനക്ക് വേണ്ടി ഒരു പട്ടാളമായിട്ട് ഇറങ്ങി വരുമെന്നുള്ളതാണ്. സൈന്യത്തെ അയക്കുകയല്ല, സർവ്വസൈനാധിപനായ കർത്താവ് എന്നെയും നിന്നെയും വിടുവിക്കാനായി നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യേ അവൻ എഴുന്നള്ളി വരികയാണ്. ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നങ്ങളെ മാത്രം കണ്ട്
വേദനകളെ മാത്രം കണ്ട് രോഗദുഃഖങ്ങളെ മാത്രം കണ്ടുകൊണ്ട് വിലപിക്കുന്നതിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതായ അവനെ വിശ്വസിച്ചതിൻ്റെ വിശ്വാസങ്ങളാൽ കാണേണ്ടത് സർവ്വസൈന്യാധിപൻ നിനക്ക് വേണ്ടി പട്ടാളമായി ആ പ്രശ്നതലങ്ങളിലേക്ക് വരുന്നത് കാണുന്നിടയായിത്തീരും. ആ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക്, ആ കടഭാരത്തിൻ്റെ അവസ്ഥകളിലേക്ക്, ആ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും അനുഭവങ്ങളിലേക്ക്, ആധുനിക സ്ഥിതികൾക്ക് ഭേദം വരുത്തിക്കൊണ്ട് നിന്നെ മാനിപ്പാൻ, നിന്നെ അനുഗ്രഹിപ്പാൻ, സൗഖ്യമാക്കുവാൻ, ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കാനായിട്ട് നിനക്ക് വേണ്ടി എഴുന്നള്ളി വരുന്ന മഹാരാജാവിൻ്റെ എഴുന്നള്ളത്ത് നീ വിശ്വാസ കണ്ണാൽ കാണുവാനിടവരെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഇനി ഒരുത്തിനും അതിൽ പോക്കുവരത്ത് ചെയ്യുകയില്ല. ഇനി ഒരുത്തിനും ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടെ കടക്കുകയില്ല. കഴിഞ്ഞ ആളുകൾ ഇവരോട് പീഡ അനുഭവിച്ച വ്യക്തിയായിരിക്കാം, ദുരിതങ്ങൾ അനുഭവിച്ച വ്യക്തിയായിരിക്കാം, സങ്കടങ്ങൾ അനുഭവിച്ച വ്യക്തിയായിരിക്കാം, കഷ്ടവും നഷ്ടവും അനുഭവിച്ച വ്യക്തിയായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം പട്ടാളമായിട്ട് ഇറങ്ങി. നീ എന്താ പറഞ്ഞത്? നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്നോ? അതിൻ്റെ സാഹചര്യങ്ങൾ എന്താ പറഞ്ഞത്? ഈ സാഹചര്യത്തിന് വിടുവിപ്പാൻ ആർക്കും കഴിയില്ലെന്നാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ തന്നെ ഒരു പട്ടാളമായി ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കും. ഏതൊരു വിഷയമാകട്ടെ, ഏതൊരു പ്രശ്നമാകട്ടെ, വിടുതൽ ദൈവത്തിൻ്റെ പക്കലുണ്ട്. വിടുതൽ ദൈവത്തിൻ്റെ പക്കലുണ്ട്. വിശ്വസിക്കാമത്. വിടുതൽ ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട്. നിൻ്റെ വിടുതൽ, നിൻ്റെ അനുഗ്രഹം, രോഗസൗഖ്യം, ഭൗതിക നന്മകൾ, ആത്മീയ നന്മകൾ എല്ലതും ദൈവത്തിൻ്റെ പക്കലുണ്ട്. അവൻ നിനക്കൂടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ നന്മയ്ക്കെതിരെ, ഉയർച്ചയ്ക്കെതിരെ, സമാധാനത്തിനെതിരെ, കുടുംബത്തിൻ്റെ ഐക്യതയ്ക്കെതിരെ ആരെല്ലാമാണോ നിനക്കെതിരെ യുദ്ധം ഒരുങ്ങിയിരിക്കുന്നത്, ആരൊക്കെയാണ് നിന്ന് നാശം കാണുവാൻ ആഗ്രഹിക്കുന്നത്, തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നത്, പരാജയം കാണുവാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ നടുവിൽ ദൈവം നിനക്ക് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പക്ഷേ മറ്റുള്ളവരാലായിരിക്കാം നിനക്ക് ഈ കഷ്ടങ്ങളുണ്ടായിട്ടുള്ളത്, മറ്റുള്ളവരുടെ ഇടപെടലുകളിലായിരിക്കാം നിനക്ക് ഈ നഷ്ടമുണ്ടായിട്ടുള്ളത്, മറ്റുള്ളവരുടെ പ്രവൃത്തികളാലായിരിക്കാം നിനക്ക് ഈ ദോഷങ്ങൾ സംഭവിച്ചതായിരിക്കാം. ഒരു കാര്യം ഓർക്കണം, അങ്ങനെ നിന്റെ നാശം കാണുവാനും നിനക്ക് ദോഷം വരുത്തുവാനായി ശ്രമിച്ച നടുവിൽ ദൈവം ഇറങ്ങി വരുന്നു. യെശയ്യാപ്രവചനം 10-ാം അധ്യായം 12-ാം വാക്യം പഠിക്കുമ്പോൾ, യെശയ്യാപ്രവചനം 10-ാം അധ്യായം 1-2 വാക്യം പഠിക്കുമ്പോൾ, ദരിദ്രന്മാരെ ന്യായം മറച്ചു കളവാനും എൻ്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വയ്ക്കുന്നവർക്കും അയ്യോ കഷ്ടം. ചിലരൊക്കെ ഉണ്ട്, ചിലരെ മനഃപൂർവ്വമായി ദ്രോഹിക്കാൻ വേണ്ടി അനർത്ഥങ്ങൾ എഴുതി വയ്ക്കുന്നവരുണ്ട്, അല്ലേ? പല മാധ്യമങ്ങളിലൊക്കെ അനർത്ഥങ്ങൾ എഴുതി വെച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാ ആഗ്രഹം എന്താണ്? നമുക്ക് ലഭിക്കേണ്ട ന്യായം ലഭിക്കരുത്. ദരിദ്രന്മാരെ ന്യായം മറച്ചു കളയുന്നു, എളിയവരുടെ അവകാശം ഇല്ലാതാക്കുന്നു, നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ വണ്ണം പ്രവർത്തിക്കുന്നു. പിന്നെന്താണ്? വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരണം. വിധവമാരെ സൃഷ്ടിത അപകടങ്ങളുണ്ട്, അല്ലേ? അതുപോലെ വിധവളായവരെ കൊള്ളയടിക്കാനായി ശ്രമിക്കുന്ന ആളുകളുണ്ട്. അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കണം. കുടുംബത്തെ നശിപ്പിക്കുവാനായി, ഇല്ലാതാക്കുവാനായി, ഭാവി തലമുറയെ നശിപ്പിക്കേണ്ടതിനായിട്ടൊക്കെ അനർത്ഥങ്ങൾ എഴുതി വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയാവോ? ഇതെല്ലാം സംഭവിക്കേണ്ടതിനായിട്ട് നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വയ്ക്കുന്നവരും, അങ്ങനെ ഒരു സമൂഹമുണ്ട്. മറ്റുള്ളവർക്ക് അനർത്ഥം വരുത്തുവാനായി ശ്രമിക്കുന്ന സമൂഹം, ദുഷ്ടവ്യാപാരം അതിൻ്റെ പുറകിലുണ്ട്. ദൈവം പറയുക, അവർ അനർത്ഥം മറ്റുള്ളവർക്ക് സംഭവിക്കാൻ വേണ്ടി എഴുതി വയ്ക്കുമ്പോൾ ദൈവിക ഇടപെടലിനാൽ എഴുതി വെച്ചവർക്ക് അയ്യോ കഷ്ടം. നിന്നെ നശിപ്പിക്കാനായിട്ട് ശത്രു ആരെ കൂട്ടുപിടിച്ചാലും, ഇല്ലാതാക്കുവാൻ പിശാച് ആരെ കൂട്ടുപിടിച്ചാലും ഓർക്കേണ്ട കാര്യം, നിനക്കല്ല നഷ്ടം, പിന്നെ ആർക്കാണ്? ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ നിന്നെ നഷ്ടപ്പെടുത്തുവാനായിട്ട്, കഷ്ടപ്പെടുത്തുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട്, തലമുറ നശിപ്പിക്കാനായിട്ട്, നിൻ്റെ സമാധാനത്തെയും സന്തോഷത്തെയും എടുത്തുള്ളതിനൊക്കെ ആരാണോ ശ്രമിച്ചത്
അവർക്ക് അയ്യോ കഷ്ടമെന്നാണ് വചനം പറയുന്നത്. നമ്മൾ യെശയ്യാപ്രവചനം 30-ാം അധ്യായം 29-ാം വാക്യം പഠിക്കുമ്പോൾ ദൈവം ഇടപെടുന്നതിലൂടെ ദൈവത്തിനുള്ള സന്തോഷത്തോടെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറഞ്ഞത്, ഉത്സവാഘോഷ രാത്രിയിൽ എന്ന പോലെ പാട്ടുപാടുകയും യഹോവയുടെ പർവ്വതത്തിൽ ഇസ്രായേലിൻ പാറയായവൻ്റെ അടുക്കൽ ചെല്ലണതിന് കുഴലോടുകൂടെ പോകും പോലെ ഹൃദയപൂർവ്വം സന്തോഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, നീ കാണുന്ന നഷ്ടങ്ങളെ കണ്ടുകൊണ്ടും കഷ്ടങ്ങളെ കണ്ടുകൊണ്ടും രോഗങ്ങളെ കണ്ടുകൊണ്ടും ഒക്കെ നീ ദുഃഖിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ബസ്സിലമ്മ പറയുക, ദൈവം നിനക്ക് പട്ടാളമായിട്ട് ഇറങ്ങി വരും. ദൈവം നിന്നെ വിടുവിക്കും. നാശം കാണുവാനായിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിച്ചവരുടെ നടുവിൽ ദൈവത്തിനെ മാനിപ്പാനിടയായിത്തീരും, ദൈവത്തിനെ സഹായിപ്പാനിടയായിത്തീരും, ദൈവത്തിനെ വിടുവിക്കും. ദൈവത്തിനെ വിടുവിച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിത്തീരുന്നത്? ഉത്സവാഘോഷരാത്രിയിൽ എന്ന പോലെ പാട്ടുപാടുകയും ഉണ്ടോ? എന്നത്തെ പോലെയാണ് ഉത്സവാഘോഷരാത്രിയിൽ എന്ന പോലെ. ഇന്നത്തെ ജീവിതത്തിൽ ഒരുപക്ഷെ വിലാപാനുഭവങ്ങളുടെ നടുവിനായിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിരാശയുടെയും മനംമടുപ്പിൻ്റെയും അനുഭവത്തിലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവം പറയും, കുഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പട്ടാളമായിട്ട് ഇറങ്ങി വരും. പട്ടാളം ഇറങ്ങി വരുമ്പോൾ നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കുവാനായിട്ട്, നിന്നെ വ്യക്തിപരമായി നശിപ്പിക്കുവാൻ, നന്മകളെ കൊള്ളയടിക്കുവാൻ, അവകാശം ഇല്ലാതാക്കുവാൻ, കുടുംബത്തിൽ വിധവമാരെ സൃഷ്ടിക്കുന്ന, കുടുംബത്തിൽ അനാഥന്മാരെ സൃഷ്ടിക്കുന്ന നിലകളിലേക്ക് അപകടങ്ങൾ, അനർത്ഥങ്ങൾ വിളിച്ചു വരുന്നതായ അനർത്ഥം എഴുതി വയ്ക്കുന്നവർക്ക് കഷ്ടതയും നഷ്ടവും വരുത്തിക്കൊണ്ട് നിന്നെ കർത്താവ് വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇറങ്ങി വരും ഇതിനെ വിടുവിക്കേണ്ടതിനായിട്ട്. അപ്പോൾ നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് അറിയാമോ? പീഡകന്മാർ കടന്ന് വേദന അനുഭവിച്ച് നിരാശ അനുഭവിച്ച് നെടുവീർപ്പിട്ട് കടന്നുപോയ നിന്റെ ജീവിതത്തിൽ ഉത്സവാഘോഷ രാത്രിയിലെ പാട്ടുപോലെ സന്തോഷം പുറപ്പെടുവിപ്പാനിടയായിത്തീരും. ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന അറിയാം, അവിടെ ഭയങ്കര സന്തോഷവും ഉല്ലാസവും പാട്ടും ആട്ടവും ഒക്കെ ഉണ്ടാവും അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇന്നലത്തെ വിലാപദിനങ്ങൾക്ക് പകരമായിട്ട് നാളുകളിൽ ദൈവം നിനക്ക് സന്തോഷം നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. അത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, രേട്ടഴിച്ചെന്നെ സന്തോഷം മുടിപ്പിച്ചു. സങ്കീർത്തനം 30 കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം എന്ത് ചെയ്യാൻ വന്നിട്ട് വിലാപത്തെ നൃത്തമാക്കാൻ പോവുകയാണ്. നീ കഴിഞ്ഞ നാളുകൾ ഏതെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്നത്? ഒരു വിടുതലിന് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി നീ ഏതൊരു വിഷയത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നോ അതത് വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധ പറയുക, കുഞ്ഞേ, ആ വിലാപത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയിട്ട് എൻ്റെ നന്മ കണ്ടും വിടുതൽ കണ്ടും ഉയർച്ച കണ്ടും സ്വസ്ഥത അനുഭവിച്ചും സമാധാനം അനുഭവിച്ചും സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തിൽ കർത്താവ് കൊണ്ടുവരാൻ പോകുകയാണ്. നൃത്തത്തിൻ്റെ അനുഭവത്തിലേക്ക്, നെടുവീർപ്പിന് പകരമായി, നിരാശയ്ക്ക് പകരമായി ഇന്ന് കർത്താവ് സന്തോഷത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അവൻ കൊണ്ടുവരും. എനിക്ക് എന്നും കൊന്നും ഈ നിരാശ മാത്രമാണോ, ഈ സങ്കടം മാത്രമാണോ? അല്ല, നിൻ്റെ അവസ്ഥ കർത്താവ് മാറ്റം വരുത്തുകയാണ്, ജീവിതത്തിൽ വലിയ വ്യതിയാനം വരുത്തുകയാണ്. അടുത്തത്, ഹൃദയപൂർവ്വം സന്തോഷിക്കുന്ന അനുഭവം. എങ്ങനെയാണ്? നമ്മൾ ചിലപ്പോൾ സന്തോഷം ഇല്ലാതെയും സന്തോഷം ഉണ്ടെന്ന് വരുത്തി തീർക്കുവാനായി ശ്രമിക്കുന്ന അല്ലേ? ഇപ്പോൾ നമ്മളോട് സാധാരണ ഒരാൾ ചോദിക്കുക, എന്തുകൊണ്ട് വിശേഷം? നമ്മുടെ സഡൻ മറുപടി എന്തായിരിക്കും? സന്തോഷമായിരിക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ സന്തോഷവുമില്ല, സമാധാനവുമില്ല, ചങ്ക് പൊട്ടി കരുന്ന അനുഭവങ്ങളൊക്കെ ആയിരിക്കാം. അല്ല, നടുവിൽ നമ്മൾ പറഞ്ഞ വാചകം എന്താണ്? സന്തോഷമായിരിക്കുന്നു. താല്പര്യപ്പെട്ടവരെ, സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക്, എങ്ങനെ സന്തോഷമായി? ഹൃദയപൂർവ്വം സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ അതിനു വേണ്ടി എന്ത് ചെയ്യുകയാണ്? അവൻ ദൂതന്മാരെ അയക്കുകയല്ല. ചിലർ പ്രാർത്ഥിക്കുക, കർത്താവേ ദൂതനെ അയക്കണം എന്ന് പറയുന്നത്. ദൂതനെ അയക്കുകയല്ല. ഇവിടെ ദൂതനല്ല വരേണ്ടത്. ഇവിടെ ആരോ പറഞ്ഞാലേവോ സർവ്വസൈന്യാധിപനായ ദൈവം നിനക്ക് വേണ്ടി പട്ടാളമായി ഇറങ്ങി വരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവിതത്തിൽ ഉത്സവാഘോഷരാത്രിയിൽ എന്ന പോലെ ഗാനങ്ങൾ പാടുവാനും ഹൃദയപൂർവ്വം സന്തോഷിക്കാനിടയായിത്തീരും. യെശയ്യാപ്രവചനം 14:32 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ജാതികളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടിയോ, യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ അവൻ്റെ ജനത്തിലെ അരിഷ്ടന്മാർ ശരണം പ്രാപിക്കും എന്നത്രേ. ദേശത്തുനിന്ന് പറിച്ചു കളയുവാനായിട്ട്,
ആയിരിക്കുന്ന പദവിയിൽ നിന്ന് പറിച്ചു കളയുവാനായിട്ട്, ഉദ്യോഗസ്ഥലത്ത് നിന്ന് പറിച്ചു കളയുവാനായിട്ടൊക്കെ പലപ്പോഴും വിശ്വാസം ശ്രമിക്കാറുണ്ട്. ഞാൻ അനുഭവിക്കുന്ന നന്മയും സന്തോഷവും സമാധാനം അനുഭവിക്കാതെ നീ ആയിരിക്കുന്നതായ അടുത്തു നിന്നെ പറിച്ചു വലിച്ചെറിഞ്ഞ് മാറ്റുവാനായിട്ട് പലപ്പോഴും വിശ്വാസം ശ്രമിക്കാറുണ്ട്. സ്വർഗം പറയുക, ഞാൻ തൻ്റെ ജനത്തെ എന്ത് ചെയ്യാണ്? അവിടെ സ്ഥാപിക്കുക. ദൈവം സ്ഥാപിച്ചാൽ പിന്നെ ആർക്കും അതിനെ മാറ്റാൻ കഴിയില്ല. ദൈവം എന്നെ സ്ഥാപിക്കുന്നു എന്ന് പറയുന്നതോ അവൻ്റെ ജനത്തിലെ അരിഷ്ടന്മാർ അവനെ ശരണം പ്രാപിക്കും. ഈ സമയത്ത് ഏതെങ്കിലും നിലയിലൊരു അരിഷ്ടത അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ രാശപ്പെട്ടു പോകേണ്ട, ഭയപ്പെടേണ്ട, തളരുകയൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? ദൈവത്തെ ശരണം പ്രാപിക്കുക. നിശ്ചയമായും അവൻ നിനക്ക് വേണ്ടി ഒരു പട്ടാളമായിട്ട് ഇറങ്ങി വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഏതുമാകട്ടെ, പ്രതിസന്ധികൾ ഏതുമാകട്ടെ, പ്രയാസങ്ങൾ ഏതുമാകട്ടെ, നിന്നെ മനസ്സ് മടിപ്പിച്ചതായ, നിരാശ കൊണ്ടുവന്നതായ, ജീവിതത്തോട് പോലും വെറുപ്പ് തോന്നിയതായ അനുഭവങ്ങൾ ഏതുമാകട്ടെ, പരിശുദ്ധാത്മാവ് ഈ സന്ദർഭത്തിന് ഓർമ്മിപ്പിക്കുന്നു, കുഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി പട്ടാളമായിട്ട് ഇറങ്ങി വരും. യശയാപ്രവചനം 32:18 വായിച്ച് ഞാൻ ഈ ചിന്തയ്ക്ക് വിരാമമിടാൻ ആഗ്രഹിക്കുകയാണ്. യശയാവ് 32:18. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും. എവിടെയൊക്കെ പാർക്കുന്നത്? എൻ്റെ ജനം സമാധാന നിവാസത്തിലും. അല്ലേ? ചിലരുടെ വീടിൻ്റെ പേര് ഹാപ്പി വില്ല, പിന്നെ ഗ്രേസ് വില്ല, പീസ് കോട്ടേജ്, അങ്ങനെ പല നിലകളുടെ പേരൊക്കെ ഉണ്ട്. ചില പേരുകൾ തന്നെ വളരെ മനോഹരമായ പേരുകളാണ്. ജോയ്, സന്തോഷ്, അല്ലേ, ഹാപ്പി, അല്ലേ. പക്ഷേ ഈ പേരൊന്നും മോശമല്ല, ഈ പേരുകൾ നല്ല പേരുകളാണ്, എനിക്കിഷ്ടമുള്ള പേരുകളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതല്ല, പേരും അനുഭവവുമായി പുലബന്ധം പോലും ഇല്ലാത്ത നിലകളിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പീസ് കോട്ടേജിൽ ചിലപ്പോൾ പീസ് ഉണ്ടായെന്ന് വരില്ല, സമാധാനം ഉണ്ടായെന്ന് വരില്ല. ഹാപ്പി വില്ലയിൽ ചിലപ്പോൾ ഹാപ്പി ഉണ്ടായെന്ന് വരികയില്ല. അല്ലേ? പുറമേ നോക്കുമ്പോൾ ഒക്കെ ഹാപ്പി എന്ന് തോന്നും, പക്ഷെ ഒന്നും ഹാപ്പി അല്ലെന്ന് അവർക്കറിയാം. സമാധാനമില്ല, സന്തോഷമില്ല. സ്വർഗം പറയുക, എൻ്റെ ജനം ഇനി എവിടെ പാർക്കും? സമാധാന നിവാസത്തിൽ പാർക്കും. എൻ്റെ നിവാസ സ്ഥലം ഇതുവരെയും സമാധാനവും സന്തോഷവുമുള്ളതല്ല. നിരാശയുടെയും നെടുവീർപ്പിൻ്റെയും ഭിന്നതയുടെയും കലഹത്തിൻ്റെയും ഒരു തലമാണെങ്കിൽ, ഇന്ന് നീ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവപ്രവൃത്തിക്കായി ദൈവത്തോട് യാചിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം തന്നെ ഒരു പട്ടാളമായിട്ട് ഇറങ്ങി വന്ന് അവിടെ നിനക്ക് സമാധാന നിവാസം പണിയുവാനിടയായിത്തീരും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും. അടുത്തെന്താണ്? നാളെക്കുറിച്ച് ഓർത്ത് ഭയപ്പാടോടെ കഴിയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ഈ നില തുടർന്നു പോയാൽ നാളെ എന്തായിത്തീരുന്ന പേടിച്ച് നിൽക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പരിശുദ്ധ പറയുക, ഞാൻ എവിടെ വസിപ്പിക്കാറാക്കും? നിർഭയ വസതികളിൽ വസിപ്പിക്കുവാറാക്കും. ഭയമില്ലാത്ത അവസ്ഥയിലേക്ക്, പിന്നെ ഭയപ്പെടുന്ന തലങ്ങളിൽ ഒരു വിടുതലിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിശ്ചയമായ ദൈവം ഒരു പട്ടാളമായി ഇറങ്ങി വന്ന് നിന്നെ ദൈവം നിർഭയമായ ഒരു അനുഭവത്തിലേക്ക് കരം പിടിച്ചുകൊണ്ടിരുവാനിടയായിത്തീരും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയവസ്ഥകളിലും, അടുത്തത് സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും. ഇന്ന് പല കുടുംബങ്ങളിലും സ്വൈര്യമില്ല, സമാധാനമില്ല. പുറമേ നോക്കുന്നവർക്ക് വലിയ വീടുണ്ടായിരിക്കാം, വാഹനങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടായിരിക്കാം. പക്ഷെ എന്തില്ല? അവർക്ക് സ്വൈര്യമില്ല. വെച്ച കഞ്ഞി സമാധാനമായി കുടിച്ച് കിടന്നുറങ്ങുവാൻ കഴിയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തോടെ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിൽ സ്വൈര്യമില്ലാത്തൊരവസ്ഥ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. അപ്പോൾ ദൈവം ഒരു പ്രത്യേക സമാധാനം തരാൻ ആഗ്രഹിക്കുക. അത് സകല ബുദ്ധിയേയും കവിഞ്ഞ ദൈവസമാധാനമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അത്രമാത്രം ശ്രേഷ്ഠമാണ് സമാധാനം. ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നീ ദൈവത്തിൽ ആശ്രയിക്കുക. നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിന്നെ ഭീതിപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും ദൈവം തന്നെ ഒരു പട്ടാളമായിട്ട് ഇറങ്ങി വന്ന് നിനക്ക് സ്വൈര്യവും
സമാധാനവും തരും, ഇടയായിത്തരും. ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള അവസ്ഥ തരും. ഇതിനെ ഭയപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങൾക്കും കർത്താവ് വ്യതിയാനം വരുത്തുവാൻ ഇടയായിത്തരുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ ഇറങ്ങി വരേണ്ടതിനായിട്ട്, അവൻ്റെ പട്ടാളമായി നമുക്ക് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യണതിനായിട്ട്, നമ്മൾ വിടുവിക്കണതിനായിട്ട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അനുഭവങ്ങൾ ഏതുമാകട്ടെ, വിശ്വാസാൽ പ്രാർത്ഥിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കൂടെ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ അലട്ടുന്നതായ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, കടഭാരങ്ങൾ, വിവിധ വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ, ഈ ജനത്തിന് മേൽ നീ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴാണമേ. ഓരോരുത്തരും നിന്റെ വിഷയങ്ങളെ മേലെ കർത്താവ് തന്നെ പട്ടാളമായി ഇറങ്ങി വന്ന് ഇവർക്ക് ഇവിടെ യുദ്ധം ചെയ്ത് ഇവർ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത ആളുകളുണ്ട്, സന്തോഷമില്ലാത്തവരുണ്ട് കർത്താവെ. ജീവിതത്തിൽ ഇതുവരെയും ഒരു സ്വസ്ഥ അനുഭവിക്കുന്ന ആളുകളുണ്ട്, സ്വൈര്യം അനുഭവിക്കുന്ന ആളുകളുണ്ട് കർത്താവെ. നീ അവരുടെ സമാധാന നിവാസത്തിൽ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിർഭയമായി വസിക്കുവാൻ കൃപ നൽകണമേ കർത്താവെ. സ്വൈര്യമായി വസിക്കും കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ വരുത്തുന്ന എല്ലാ കലഹങ്ങളെയും നാശനഷ്ടങ്ങളെയും എല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കുകയാണ്. അനർത്ഥം എഴുതി വെച്ചവരെല്ലാം, അനർത്ഥത്തിൽ ജനത്തെ കഷ്ടപ്പെടുത്തുവാനായി ശ്രമിച്ചവരെല്ലാം ആ കഷ്ടം അനുഭവിക്കുകയും ജനം വിടുതൽ പ്രാപിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വലിയ കൃപയ്ക്കായി സ്തോത്രം. സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ആത്മീയമായിട്ട് ഭൗമികമായിട്ട് കർത്താവെ ശാരീരികമായി മാനസികമായിട്ട് ഇവർ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ നാമത്തെ പിന്നെ മഹത്വപ്പെടുത്തിയാട്ടെ, യേശു നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശത്തിൽ വെച്ച് നന്ദി പറയുന്നു. ദൈവങ്ങളിലെയും ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിശ്ചയം വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.